ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഞാൻ നേരിടേണ്ടി വന്നേക്കാം. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ട് എനിക്കറിയാം. കാരണം ഞാൻ ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ ശരിക്കും ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് വളരെ വലിയ ടീംസാണ്. അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് ഞാൻ പറയാം, അതുപോലെ തന്നെ കുട്ടികളോടും എല്ലാവരോടും ഞാൻ പറയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യം. ഇന്ന് കാണുന്ന ന്യൂസുകളിൽ നമ്മൾ പല കാര്യങ്ങളും പെൺകുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു കാരണത്താൽ ആ ഒരു ആപ്പിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിലൂടെ ഒരുപാട് ലൈഫ് തകർന്നു പോയൊരു വാർത്ത വരും ദിവസങ്ങളിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഇനി എൻ്റെ ചോദ്യം എനിക്ക് ഈ പ്രധാനപ്പെട്ട 3 പേരോടാണ്. അതിനകത്ത് 3 പേരെന്ന് പറഞ്ഞാൽ, ഒന്ന് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ, 2 തനി മലയാളി എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി കപ്പിൾ, അവർ പിന്നെ 3 എന്ന് വെച്ചാൽ ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ആ യൂട്യൂബർ. ഈ 3 പേരോടുമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സേഫ് ആണോ? ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല എന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ അതിനകത്ത് 100% സേഫാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം വരത്തില്ല. ഇതിനകത്തുള്ള പൊള്ളത്തരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടുപോകുന്ന ആണുങ്ങളാണ്. അതായത് ആണുങ്ങൾക്ക് ഇതിനകത്ത് പൈസ കൊടുക്കണം, പെൺകുട്ടികൾക്ക് ഇത് പൈസ ഉണ്ടാക്കാം. പൈസയ്ക്ക് ആവശ്യമുള്ള സാഹചര്യം, മറ്റു ദൂരസ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കുന്ന കുട്ടികൾ ആ സ്ഥലങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി അങ്ങനെ അഡൽട്ട് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ്. നിങ്ങൾ പറയണം ഈ ആപ്പ് സേഫാണ്, ഈ ആപ്പിനൊരു പ്രശ്നമില്ല. എന്നാൽ ഈ ആപ്പ് ഉപയോഗിച്ച ആൾക്കാർ ഈ ആപ്പിനെ കുറിച്ച് വാൺ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേട്ടാൽ ഞെട്ടുമെന്ന് വെറുതെ പറച്ചിലല്ല, നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന് പുറകെ എനിക്കെതിരെ എന്തായിരുന്നാലും ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ വരും എന്ന് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാലൊരു പ്രശ്നവുമില്ല, നമുക്ക് ബാക്കി പിന്നാലെ നമുക്കിത് എക്സ്പോസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഉറപ്പും ഒരു പ്രശ്നവുമില്ല. ഇനി എന്താണ് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടേ, അവരാദ്യം പറയും, നമുക്ക് കേട്ട ശേഷം ബാക്കി കാര്യത്തിൽ കിടക്കാം. ശവായും കൂടെ കഴിച്ചു, എല്ലാം കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ചന്നല്ലേ? ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിന് കാര്യം നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫായിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ജാസ്മിൻ പറയുന്ന പ്രകാരമാണെങ്കിൽ റോസ് എന്തോ സംഭവം കൺവേർട്ട് ചെയ്ത് പൈസയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അത് ജാസ്മിനോടൊരു ചോദ്യം, ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റുമോ, അതോ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പരിപാടി പറ്റുക എന്നുള്ള കാര്യം? അതായത് ഇതിനകത്ത് പെൺകുട്ടികൾക്ക് മാത്രമാണ് ആ പരിപാടി ഉള്ളത് എന്നുള്ള കാര്യമാണ് പിന്നാലെ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ജാസ്മിൻ ഇതിലൂടെ എത്രമാത്രം സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്, എത്രമാത്രം ഇതിനകത്ത് നിന്ന് പൈസ ഏൺ ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കാമോ? ഡെമോ അല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ ടൈം എത്ര മാത്രം ഇത് യൂസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പല്ലേ, നിങ്ങളിത് എത്രമാത്രം യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കാണിക്കാമോ? ഇതൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തി. നീ എന്റെ അടുത്തല്ലേ സംസാരിച്ചത്? അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതിനോട് നിനക്ക് ആരുടെങ്കിലും ഒരു കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ടേ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിനകത്ത് ആലീസ് ക്രിസ്റ്റി വളരെ സന്തോഷകരമായിട്ട് കാര്യം പറയുന്നു. പെൺകുട്ടികൾക്ക് റോസ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൺകുട്ടികളൊക്കെ മറ്റേ തവിട് കൊടുത്തും മറ്റേ അവില് കൊടുത്തും വാങ്ങിച്ച ആൾക്കാരാണോ? എന്തേ അവർക്കില്ലാത്തത്? അവരതൊന്നും കാണിച്ച് അവർ പൈസ കൊടുക്കേണ്ടവരും മറ്റൊരു പൈസ വാങ്ങേണ്ടവരും ആ ഒരു പരിപാടിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് സേഫ് ആണെന്നുള്ള പരിപാടി പറയുന്നു. ഇനി സേഫ് ആണെന്ന് ഇവർ പറഞ്ഞൊരു കാര്യത്തിന് പൊള്ളത്തരം പറയാം. ഇതിനകത്ത് വോയിസ് എന്തുകൊണ്ടാണ് ഈ വോയിസ് റെക്കഗ്നൈസേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയാമോ സേഫ് ആണെന്ന് പറയുന്ന കാര്യം? അത് ആണുങ്ങളുടെ വോയിസ് പെണ്ണുങ്ങളുടെ വോയിസ് സെപ്പറേറ്റ് തിരിച്ചറിഞ്ഞിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ പൈസ ഇല്ലാതാവും, ആണുങ്ങളാണെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് സേഫിൻ്റെ പരിപാടിയില്ല. അതെല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ട് പുറകെ വരും. നമുക്ക് കാണാം. അടുത്ത ആളെ കാണിച്ചതാണ് ആലീസ് ക്രിസ്റ്റി. അടുത്തത് തനി മലയാളി. വിഷ്ണു, ഞാൻ പുറത്തു പോയിട്ട് വരേ.
ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്കിവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈൻ അല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അത് എനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. ബൈ. ഓക്കെ, അപ്പം ഈ നെതർലാൻഡ്സിൽ എന്തോ വളരെ വലിയ ജോലിയിൽ വളരെ നല്ല രീതിയിൽ പോസ്റ്റ് ലൈഫിൽ നിൽക്കുന്ന തനി മലയാളി വളരെയധികം കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ ഒരു മുമ്പ് പറയുന്ന ഇൻ്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പം ഈ ഒരു ആപ്പൊക്കെ മൂന്ന് പേരല്ല കേട്ടോ, ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്ന അവരെല്ലാവരും ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന റേറ്റ് എത്രയാണെന്ന് അവർക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? ഏറ്റവും കുറഞ്ഞത് ഞാൻ അറിഞ്ഞത് ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം 4 ലക്ഷം രൂപയോളം ഇവർ പേ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ട് ആപ്പിൻ്റെ ആൾക്കാർ ഇവർ ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം 4 ലക്ഷം ഏറ്റവും കുറഞ്ഞ പേ ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഇവർ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിലൂടെ 10, 12, 15 ലക്ഷം രൂപ ഈ ഫ്രണ്ട് ആപ്പിൻ്റെ സൈഡിൽ നിന്നും ഇവർ പൈസ കൈപ്പറ്റിക്കൊണ്ട് ഈ ആൾക്കാരെ എല്ലാവരെയും നിങ്ങൾ ഫേസ്ബുക്കിനെക്കാട്ടും ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടിൽ സേഫാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ നഗ്നതയും മറ്റുള്ള കാര്യങ്ങളിലേക്കും അവരെ വഴിതെറ്റിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. അത് ഞാൻ പറയുന്നില്ല, അത് അനുഭവസ്ഥർ പറയട്ടെ. ഞാൻ ഈ 3 പേരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇവർ തന്നെ തരണം. അവർ ഈ 3 പേരോട് മാത്രമാണ്, ഇതിന് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് വഴിയെ കാണാം. പക്ഷേ അഭിപ്രായങ്ങൾ ഇവർ പറയണം, ഇവരുടെ ഭാഗം പറയണം, തീർച്ചയായിട്ടും പറയണം, പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയണം. നിങ്ങൾക്ക് എത്ര രൂപ ആണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് വാങ്ങിയത്? 2, നിങ്ങൾ ഈ ഒരു പറയുന്ന സംഭവത്തിൻ്റെ സേഫാണോ? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് റോസ് കൺവേർട്ട് ചെയ്ത് പൈസ കിട്ടുന്നില്ല? എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ഇതിനകത്ത് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല? അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരണം. ശരി, ഇനി ഈ വിഷയത്തിനെ കുറിച്ച് ആദ്യം ഈ ഫ്രണ്ട് ആപ്പിൻ്റെ ഒരു പൊള്ളത്തരത്തിനെ കുറിച്ച് ആദ്യമായിട്ട് തുറന്നു കാട്ടേണ്ട ഒരാൾ നമുക്ക് കേൾക്കാം. ലൈഫ് സ്റ്റൈൽ ഡയറി ബൈ ശില്പ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരത്തി ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസിനൊക്കെ റിവ്യൂ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ തന്നെ അത് പറയുന്നത് കേൾക്കാം. പല ആളുകളും പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക. പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ കാരണം കേട്ടല്ലോ, അതായത് ജെൻസിന് ഇതിനകത്ത് പൈസ കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തുവാണേ ഈ എല്ലാവരും സേഫാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയുന്ന സംഭവത്തിൻ്റെ അത് എന്തുകൊണ്ട് ജെൻസിന് പൈസ മുടക്കണം? എന്തേ പെൺകുട്ടികൾക്ക് പൈസ മുടക്കണ്ട? അവിടെയാണ് പെൺകുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്നത്. ജെൻസ് പൈസ മുടക്കിയിട്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാരിലൂടെ അത് നേടാനും അവരെ ആ വഴിയിലേക്ക് കുഴിയിലേക്ക് ചാടിക്കാൻ താല്പര്യമുള്ളവന്മാർക്ക് പോയി കുത്തിയിരുന്ന് സംഭവം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ വരും. അതിനുള്ള ഫ്യൂച്ചർ അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടും. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ അപ്കമിങ് ഡേയ്സിൽ ഞാനതിടും. ഓക്കെ, അതൊക്കെ വഴിയേ വരും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ജെൻസിന് മാത്രം എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് വെരിഫിക്കേഷൻ വെച്ച് വോയിസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ട് ജെൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പെൺകുട്ടികളെ അല്ലാതെ കാറ്റഗറൈസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്ത് കാരണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഈ ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്ത പൈസ അങ്ങോട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഓഡിയോ കോൾ വീഡിയോ കോൾ ഹായ് സുഖമാണോ, എന്തുണ്ട് വിശേഷം, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, പിന്നെ എന്തൊക്കെയാണ് നീ ചെയ്യുന്നത് എന്നൊക്കെയാണോ ചോദിക്കുന്നത്? നിങ്ങൾ ഞാനും അരിയാഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിരുന്നിട്ട് എന്തായിരിക്കും സംസാരിക്കുക? നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും ഇതൊരു ഡേറ്റിംഗ് ആപ്പല്ലേ, ഇതിനെന്താ പ്രശ്നം, കുഴപ്പമൊന്നുമില്ല. ഞാനതിന് ഒരു തർക്കമൊന്നുമില്ല. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡേറ്റിംഗ് ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പബ്ലിക്കായിട്ട് വന്ന് അത് ചെയ്യുന്നുണ്ട്.
ഇതറിയാത്ത ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന് ശേഷം ഫേസ്ബുക്കിന് ശേഷം ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതൊരു അഡൽട്ട് ആപ്ലിക്കേഷൻ എന്നൊരൊറ്റ വ്യക്തികൾ പോലും പറയുന്നില്ല. അഡൽട്ട് സാധനമാണ് ഇത്. 18 വയസ്സിന് മേളിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സ്കൂൾ കുട്ടികളടക്കം ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് വരുന്നത്. അവർ മറ്റു പല കാര്യങ്ങൾ പേര് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ, അതായത് ഇയർ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ, മാറി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധനം സേഫ് ആണെന്ന് ഈ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് പറയുകയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ നേടാം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പൈസ നേടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇൻസ്റ്റാഗ്രാമിന് പറ്റാത്ത, ഫേസ്ബുക്കിന് പറ്റാത്ത, അങ്ങനെ ഒന്നും ഈ ആപ്ലിക്കേഷൻസിനൊന്നും പറ്റാത്ത ഈ ഒരു കാര്യം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് പറ്റുന്നത്? അപ്പം ഈ പൈസ ആരാ മുടക്കുന്നത്? അത് ആണുങ്ങൾ മുടക്കണം. അത് പൈസ വാങ്ങാൻ പെണ്ണുങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ കയറിയിരിക്കുകയും അവർക്ക് വരുന്ന ഫോൺ കോളും വീഡിയോ കോളിലൂടെ അവർക്ക് പൈസ കിട്ടുമെന്ന് അറിയുമ്പോഴേക്കും ആദ്യം ചെറിയ രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പിലേക്ക് സംസാരിച്ചിട്ട് പിന്നെ അതിൻ്റെ റൂട്ട് മാറി ഈ പെൺകുട്ടികളൊക്കെ റോഡിലും മറ്റുള്ള സ്ഥലങ്ങളിലും ദിവസത്തിന് വേണ്ടിയിട്ടും മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടും 10,000 1000 വേണ്ടിയിട്ട് ദേഹത്തിനെ കൊണ്ട് വിൽക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇതിലൂടെ നടക്കുന്നു. ഇല്ലെന്ന് പറയട്ടെ അവർ, അങ്ങനെ നടക്കത്തില്ല എന്ന് പറയട്ടെ അവർ. ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആലോചിക്കുക, ആൺകുട്ടികൾക്ക് ഇതിനകത്ത് ഇത് എന്താണ് റീചാർജ് ചെയ്താൽ മാത്രമേ ഇത് യൂസ് ചെയ്ത് പൈസ കൊടുത്താൽ മാത്രമേ മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പൈസ കിട്ടി, ഇവർ ഓപ്പോസിറ്റ് ജെൻഡർ അഥവാ ആണുങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് പൈസ അങ്ങോട്ട് കിട്ടും. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോൾസിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കയറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതൽ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതുപോലെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നിട്ട് ഇതിനകത്ത് വഴങ്ങേണ്ടി വന്നു. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ പണം മറ്റു സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നീട് പശ്ചാത്താപം കുറ്റബോധം വന്നിട്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ലേ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കാര്യമാണെന്ന്. ഇപ്പോഴും പല ആൾക്കാർക്ക് ഫേക്ക് കോൾസ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ കാര്യങ്ങൾ വിശദവും വ്യക്തവുമായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അത് പറയും. ഓക്കെ, ഇത് ഇനി അടുത്ത് വിശദമായൊരു വീഡിയോ അടുത്ത് പറഞ്ഞുകൊണ്ട് കേൾക്കാം. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനോ ഇതെന്താണെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു ഈ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട്. ഇവര് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കി. നിങ്ങൾ ദയവായി അവരുടെ ഫുൾ വീഡിയോ കാണണം. അവരുടെ ചാനലിൻ്റെ പേര് അൻസൂസ് വേൾഡ് എന്നാണ്. അപ്പം നിങ്ങൾ ആ ചാനലൊന്ന് പോയി കാണണം. ഓക്കെ, പറ്റുവാണെങ്കിൽ ഞാൻ ആ ലിങ്കും കൊടുത്തേക്കാം. കാരണം ആ കുട്ടി ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത് ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കിട്ടുന്നത് ഇവർ കണ്ടത് എങ്ങനെയാണ്? ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവരൊക്കെ കാണുന്നത്. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറിയിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ കുട്ടി പറയുന്നത്. ആർക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എഡ്യൂക്കേഷണലി ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുട്ടി പറയുന്നത്. ഇത് അറിയേണ്ട കാര്യമാണ്. കാരണം ഇത് എന്താണ്, ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ്, കാരണം എനിക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവരിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ ഇതിനുള്ളത് എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോളെ ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റിയല്ല നിങ്ങളെ പോലുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് അറിയാമോ? ഫ്രണ്ട്സിനെ കണ്ടെത്താൻ. ഇപ്പം നമ്മുടെ തനി മലയാളിയിലെ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ പറഞ്ഞതുപോലെ കൂടുതൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ആലീസ് ക്രിസ്റ്റി പറഞ്ഞതുപോലെ കുറേയധികം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള അല്ല. ഇവിടുത്തെ അപ്പുറത്ത് നിന്നുള്ള ആണ് പൈസ മുടക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണിനോട് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ആണ് പൈസ മുടക്കി അതിനകത്ത് നിൽക്കണം. അവന് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള എല്ലാ വഴികളും അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ പതിയെ ആ ചതിക്കുഴികളിലേക്ക് അവർ വീഴ്ത്തും. എന്നിട്ട് അവർ കൊണ്ടിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കുറേ വാർത്തകൾ കാണും. ആ വാർത്തകൾ കണ്ടിട്ട് നമ്മൾ ഹാഷ്ടാഗുകൾ ജസ്റ്റിസ് മറ്റത് മറിച്ച് ചിലപ്പോൾ നമുക്ക് ആരും അറിയത്തില്ല എന്താ ഇഷ്യൂ എന്ന് പോലും അറിയാം. നമ്മൾ മറ്റു പല ആൾക്കാർ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയെന്ന് വരും.
പ്രശ്നം ഇങ്ങനെയാണെന്നുള്ള കാര്യം ചിലപ്പോൾ ആരും അറിയാതെയും വരാം. അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി. കാരണം അതിന് അത്രമാത്രം ഹൈലി ഇതായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് ഇപ്പം കയറി വരുന്നത്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ആ പുള്ളിയോട് തന്നെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യം അറിയാമോ, ഇതിൻ്റെ അകത്ത് ഓഡിയോ കോളും ഉണ്ട്, വീഡിയോ കോളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് നിന്ന് നമ്മുടേതായ വേറെ ഇൻഫോർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ, നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ. അപ്പോൾ എന്നോട് അവർ ചോദിച്ചൊരു കാര്യമാണ്, പുള്ളിക്കാരൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോളെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്തോ മെസ്സേജ് അയച്ചോ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഫോൺ നമ്പർ ഞാൻ മോക്ക് തരുവാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു, മോക്ക് ഒരു പേപ്പർ പേന എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു പുള്ളി പറഞ്ഞത് നോക്കി, ശരിയാണ്, അത് ബ്രേക്ക് ആവുന്നില്ല, അത് സ്പ്ലിറ്റ് ആവുന്നില്ല, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി, ഇൻസ്റ്റാഗ്രാം ഐ ഡി, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മുടെ നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഓഡിയോ കോളോ വീഡിയോ കോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഒരാൾക്കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾ എഴുതിയെടുത്താൽ ഇത് എന്താ പറയുക, ഇതാവുന്നില്ല, ജമാവോ പ്രശ്നങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല, എല്ലാവർക്കും ചെയ്യാം. അതുപോലെ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അറൗണ്ട് ഒരു 25 ഇയേഴ്സ് 25 അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസ് ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. മാരീഡ് ആയിട്ടുള്ള ആൾ അധികം യൂസ് ചെയ്യുന്നില്ല. എന്നോട് എല്ലാവരും ഈ ഓഡിയോ കോൾ വരുന്നവർ ചോദിച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് കൂടുതലും, വിവാഹം കഴിക്കാത്ത കുട്ടികളാണ്, പെൺകുട്ടികളാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പറയുന്നത്. ഞാൻ ആരെയും നെഗറ്റീവായിട്ട് ഉദ്ദേശിക്കുന്നതല്ല, എങ്കിലും ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ നാട്ടിൽ തന്നെയും നമ്മുടെ പല സിറ്റികൾ അതുപോലെ തന്നെ നാട്ടിൻപുറം എവിടെ ആയിക്കൊണ്ട് പോട്ടെ കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോണിനകത്ത് ആപ്ലിക്കേഷൻസ് എന്താണെന്നും അവരെന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്കോ എനിക്കോ അറിയത്തില്ല, ഇല്ലേ? ആർക്കും അറിയത്തില്ല എന്തൊക്കെയാണ് അവരുടെ ആപ്ലിക്കേഷൻസ് എന്ന്. അപ്പോൾ അവർ നോക്കുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ, ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കണം, കുറച്ചധികം നന്നായിട്ട് അടിച്ചു പൊളിച്ച് നടക്കണം, ഈ പറയുന്ന പോഷ് സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നടക്കുന്ന പോലെ കാറിലും മറ്റതിലും മറിച്ചതിലും ബൈക്കിലൊക്കെ നടക്കണം, അതുകൊണ്ട് കുറേ പൈസ വേണം എന്ന് കരുതിയിട്ട് ഇവർ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ആരുടെ അടുത്ത് കൂടെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും എനിക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്തോ ഒരു ഡിസ്കഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും കൂട്ടുകാരുടെ വീടെന്നൊക്കെ പറഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അവിടെ ഈ വ്യക്തിയോടൊപ്പം ഏതെങ്കിലും 1-2 മണിക്കൂർ പോയി സ്പെൻഡ് ചെയ്ത് അയാൾ തരുന്ന പൈസ വാങ്ങിച്ചിട്ട് വന്നാൽ നിങ്ങൾ ആരെങ്കിലും അറിയോ? സംഭവത്തിൻ്റെ വഴി ഇതുവഴിയാണ്. പൈസ ഉണ്ടാക്കണം എന്നുള്ള സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ആ റോസാപ്പൂ കിട്ടുമ്പോഴേക്കും അക്കൗണ്ടിലേക്ക് ഒന്നുമില്ലാതെ കുറച്ചേരം സംസാരിച്ച് കുറച്ച് പൈസ കിട്ടും, അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും എന്ന് ചിന്ത വരുന്ന കുട്ടികൾ ഇതിനകത്തുനിന്ന് വഴിതെറ്റാൻ എത്ര നിസ്സാരമാണെന്ന് ആലോചിച്ച് നോക്കുക. ആപ്ലിക്കേഷൻ, കാരണം എനിക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക്, കാരണം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമായിരുന്നു, ബട്ട് ഇങ്ങനെയുള്ള ടോക്സിന് ഞാനും നിന്ന് കൊടുക്കാറില്ല. അപ്പം നമ്മൾ മാറ്റി വിടുന്നു. ആരും ഇതിനെപ്പറ്റി ഞാൻ 2 ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചാൽ ആരും ഇതിലേക്ക് പറഞ്ഞു തരാൻ വരുന്നില്ല. ആരും അതിനുവേണ്ടി മുതലുള്ള എല്ലാവരും കട്ട് ചെയ്ത് അങ്ങ് പോവാം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് അങ്ങനെ ഒരാൾ പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, അപ്പോൾ അവർ വളർന്നു വരുന്ന കാലത്ത് അതുങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകേട് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയതും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ മനുഷ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ പുള്ളി പറഞ്ഞതിൽ എന്നെ ഭയങ്കരമായിട്ടും ഹർട്ട് ചെയ്ത ഒരു ഭാഗവും കാര്യവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു. ഇതുപോലെ ഓഡിയോ കോളിൽ വന്നിട്ട് അവൻ സംസാരിച്ച രീതി, അവന്റെ ടോക്കിംഗ് ബിഹേവിയർ, അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത്. ആ പെൺകുട്ടി പറയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എന്റെ തല തന്നെ ചേട്ടൻ മരിച്ചുപോയി. 10ൽ പഠിക്കുന്ന കൊച്ചാണ്, അറൗണ്ട് 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി അവിടെ കോളേജിൽ വിദ്യാർത്ഥിയായിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്ന പെൺകുട്ടിയോട് വിളിച്ച് സംസാരിച്ച ടോക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന പ്രായമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആപ്ലിക്കേഷനിലേക്ക് വരെ അവരെത്തി എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുമ്പം എന്തുമാത്രം ഈ ഒരു പ്രായത്തിൽ തന്നെ അവരുടെ മറ്റു തരത്തിലുള്ള ചിന്തകൾ വളരുകയും അവരതിൻ്റെ ഫ്യൂച്ചറിൽ അവർ എന്തായിട്ട് മാറും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ, എറണാകുളം സൈഡിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന കുട്ടികളാണ് ഈ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇടയിൽ നമ്മളെ ഈ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴും കയ്യിൽ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പൈസ വേണമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കാൻ പോകുന്ന
10,000 രൂപ ഒരു ദിവസത്തേക്ക് ശരീരത്തിന് വിലയിട്ടിട്ട് അവരുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ ആപ്പിലൂടെ വഴിയൊരുക്കി കാണുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയി അവരുടെ കാര്യങ്ങൾ കഴിയുന്നു. അതിനുള്ള വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ലക്ഷക്കണക്കിന് രൂപ ഈ കമ്പനിയുടെ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് പുതിയ തലമുറയെ നന്നായിട്ട് പെട്ടെന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ അവർക്ക് ചിന്തിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണല്ലോ ഇത്, ആ വഴിയിലേക്ക് കൊണ്ട് വിട്ടുകൊടുക്കുന്നു. ഇവരെല്ലാവരും സമൂഹത്തിൻ്റെ മുമ്പിൽ ഭയങ്കര ഉന്നത സ്ഥാനത്തും ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ഭയങ്കര ആൾക്കാരായിട്ടൊക്കെ നിന്നുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 പേര് മാത്രമല്ല, ഒരുപാട് പേര് ഇത് അറിയുന്ന അവരുടെ സംഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം ഇവർ മറുപടി പറയാൻ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഒരു കുട്ടിയുടെ ചാനലിൻ്റെ അകത്ത് അത് ഏതാണ്ട് 25 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള കാര്യത്തിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് വളരെ ഇൻഫോർമേറ്റീവായിട്ട് ആ ഒരു കാര്യം വളരെ സുദീർഘമായ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടേക്കാം, നിങ്ങളത് കാണണം. കണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. കാരണം ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺ അവരെടുത്തുകൊണ്ട് റൂമിൻ്റെ അകത്ത് പോയിട്ട് അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയോ? പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, ഈ ഒരു സാധനം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു കാര്യം കണ്ടെത്താനും അത് അറിയാനും പറ്റുന്ന സാഹചര്യം ഇന്നുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ സാഹചര്യത്തിനകത്ത് അവർക്ക് അതെങ്ങനെയാണ് അത് കഴിയുക എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇറക്കാം. കാരണം നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുട്ടികൾ റൂം അടച്ചിട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ സമയങ്ങളിൽ നിങ്ങൾക്ക് അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അവരെന്തൊക്കെ പരിപാടികൾ എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഇത് ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടെ. അത് എങ്ങനെയാണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുക, എങ്ങനെയാണ് അറിയാൻ പറ്റുക, അത് എങ്ങനെയാണ് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യാം. കാരണം എൻ്റെ മേഖല ഏതാണ്, അതുകൊണ്ട് ഞാൻ പറയാം. സോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും, അങ്ങനെ വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ജാസ്മിൻ ജാഫറിനോടും തനി മലയാളിയോടും അതുപോലെ തന്നെ ആലിസ് ക്രിസ്റ്റിയോടൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നിങ്ങൾ വലിയ ആൾക്കാരെ ഒരുപാട് നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതുണ്ട്. നമ്മൾ അടുത്ത തലമുറയാണ്. ആ കുട്ടികളെ വേറൊരു വഴിയിൽ ലൈംഗിക വൈരുദ്ധ്യത്തിൻ്റെ ഇടയിലേക്ക് പിടിച്ചു വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള സാധനങ്ങളും ഗാംബ്ലിംഗ് ആപ്പുകൾ ശരിക്കും പറഞ്ഞാൽ ആ പൈസ വെച്ച് കളിക്കുന്നവർക്ക് മാത്രം അഫക്റ്റഡ് ആവുമെന്ന് പറയാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന വിഷവിത്തുകളാണ്. ദയവായി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചുകൊണ്ട് നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങൾ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും കുറേ അധികം കണ്ണുനീര് അതിൻ്റെ പിന്നാലെ നിങ്ങളുടെ പുറകെ വന്നുകൂടും എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് അവനവൻ എന്നെങ്കിലും വിധിയായിട്ട് കർമ്മയായിട്ട് തിരിച്ചടിക്കാനുള്ള സാധനം നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് നിങ്ങളെല്ലാവരും ചിലപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ വളരെ മോശമായ രീതിയിൽ ഏതൊക്കെ വഴിയിൽ കൂടെ വേണോ എനിക്ക് പണി തരാമെന്നുള്ള സാഹചര്യമൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ആൾക്കാരെ അറിയാത്തവരൊന്നുമല്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ നമുക്ക് നോക്കാം. എന്തായിരുന്നാലും നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പണിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ ദയവായി പങ്കുവയ്ക്കുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറയുക. ലൈഫ് സ്പോയിലാക്കുന്ന പരിപാടിയാണ്, ജീവിതം നശിച്ചു പോകും. റെയിൽവേ ക്രോസുകളിലോ അല്ലെങ്കിൽ കയറിലോ അല്ലെങ്കിൽ വിഷത്തിലോ തീരേണ്ടതല്ല ജീവിതങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോയി നിങ്ങൾ അവസാനം ഗിൽറ്റ് അടിച്ച് നശിച്ച് നാമാവശേഷമാകുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന സംഭവത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.